അപ്പോൾ ഞാൻ ഇനി എന്തായാലും ഇനി ഈ പാർട്ടിയെ വിശ്വസിക്കുകയില്ല. എൻ്റെ ജോലി നശിപ്പിച്ച പാർട്ടിയാണ്, എൻ്റെ ജീവിതമേ നശിപ്പിക്കുക. പഴയ നേരമേ തന്നെയാണ് ഉത്തരവാദിത്വം. എന്താണെന്ന് വെച്ചാൽ അവർ കാണിച്ച ദാസ്യവും കാര്യങ്ങളും കൊണ്ടും കണക്ക് ഞാൻ കാണിച്ചു തരാം. കോടതിയിൽ പോയി നീതി നേടണം. കോടതിയിൽ പോയാൽ പോലും നിനക്ക് നീതി കിട്ടൂല എന്നുള്ള അവസ്ഥയിലാണ് സംസാരിച്ചത്. ജനങ്ങളുടെ അടുത്ത് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നിട്ട് പാവങ്ങളുടെ കൂടെ നിൽക്കാതെ ഉള്ള പ്രവൃത്തിയും ഇവർ ഈ പറയും പോലെ ഓരോന്നും കാണിച്ചിട്ട് അതിനെ ന്യായീകരിച്ച് തീവ്രത കൂടി തീവ്രത കുറഞ്ഞു, ഇലക്ഷന് വേണ്ടിയിട്ട് പൈസയും വാങ്ങിച്ചിട്ട് ഞണ്ണിയിട്ട് ഇപ്പം വലിയ മുതലാളി വർഗ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. പാവപ്പെട്ടവനൊരു നിയമം, പണക്കാരന് വേറെ നിയമം പോലെയാണ് ഇപ്പം ഇഷ്ടം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷൻ ഇലക്ഷനിൽ CPM-ന്റെ ഈ വൻ പരാജയം താങ്കൾ കണ്ടപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നി? ജനങ്ങള് ഇപ്പം മണ്ടന്മാരല്ല എന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ള അന്തരവും ഒക്കെ ഒഴിവായി കിട്ടിയല്ല, മനസ്സിലായില്ലേ? പാർട്ടി മാറുമോ? ആര്? ഞാനാ? താങ്കളല്ല. ഈ അവര് സ്വയം മനസ്സിലാക്കി തെറ്റിതിരുത്തി മാറി വരുമോ? എനിക്ക് തോന്നുന്നില്ല, മാറി വരൂല. എന്തെന്ന് വെച്ചാൽ അവര് ഇങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും അവർ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ ഒഴിവാക്കുക. മാതൃകാപരമായിട്ട് കോൺഗ്രസ് കണ്ടില്ലേ, ഒരു തെറ്റ് ചെയ്തെന്ന ആരോപണമാണ്. അതിപ്പോൾ ഓരോ കേസിലും ആരോപണങ്ങൾ വരുമ്പോൾ കോൺഗ്രസിൽ എന്താണ് ചെയ്യുന്നത്? ആ ഒരു പദവി, മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രി ആയിരുന്നെങ്കിലും മാതൃകാപരമായിട്ട് കോൺഗ്രസിൽ അങ്ങ് മാറിയിട്ട് അടുത്ത ആളുകൾ കയറി ഭരിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളെ നയിക്കുകയോ ചെയ്യുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇപ്പോൾ എല്ലാവരും ജനപിന്തുണ കിട്ടുന്നത്, ആ വില കിട്ടുന്നത്. ഇവര് ഈ പറയും പോലെ ഓരോന്നും കാണിച്ചിട്ട് അതിനെ ന്യായീകരിച്ച് തീവ്രത കൂടിയത് തീവ്രത കുറഞ്ഞത്, പിന്നെ ഇലക്ഷന് വേണ്ടിയിട്ട് പൈസ വാങ്ങി ഓരോന്ന് പൈസയും വാങ്ങിച്ചിട്ട് ഞണ്ണിയിട്ട് വോട്ട്, അതാരോ പറയുന്നത് ചാനലിൽ കൂടെ കണ്ട്. അതൊക്കെ വളരെ മോശമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ നമുക്കുള്ള മതിപ്പ് കുറയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഇപ്പം കുറച്ചു കാലം കൊണ്ട് ഈ വിഷയം ആയതിനു ശേഷം ചാനൽ നിരീക്ഷിക്കാറുണ്ട്. ആരാണ് മേയർ, MLA ആരാണ് എന്നൊക്കെ അറിയാൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ അനുഭവമാണ്. ഇപ്പം മേയർ ആണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞ ഒരു തെറ്റ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പിന്നീടൊക്കെ അതിൻ്റെ പിറകെ വന്ന് ആംഗ്യ ഭാഷയൊക്കെ അതിന് പിറകെ വന്നതാണ്. അല്ലാതെ നേരിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ ചെയ്ത് ഒരു തെറ്റെന്ന് വെച്ചാൽ മേയർ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. അതാണ് പ്രശ്നം പറ്റിയത്. അല്ലാതെ ഈ ആണ് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പ്രതികരിക്കില്ലായിരുന്നു. ആണ് എന്ന് അറിഞ്ഞാലും ഈ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. നൈറ്റ് ഓട്ടമാണ്, അവരെ ഒഫീഷ്യൽ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. അത് മേയറായാലും ഇനിയിപ്പോ എന്ത് ഒരു വലിയ ആൾക്കാരായിരുന്നാലും ജനങ്ങളുടെ അടുത്ത് പെരുമാറേണ്ട ഒരു രീതി, സംസാരം വേണ്ടേ? പാവപ്പെട്ടവനായാലും പണക്കാരനായാലും, നമ്മളിപ്പോ പറഞ്ഞില്ലേ, പാവപ്പെട്ടവനായാലും ഇവര് ഇപ്പം വലിയ മുതലാളി വർഗ പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. മുതലാളിമാരെ കൂടെയാണ് കൂട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നത് ഇങ്ങനെയൊക്കെ പോവുള്ളൂ. സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. പാവപ്പെട്ടവനൊരു നിയമവും പണക്കാരന് വേറൊരു നിയമം പോലെയാണ് ഇപ്പം സിസ്റ്റം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയിൽ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് കോടതി കേസ് കിടക്കുന്നത്. അത് തന്നെ ഇപ്പോൾ ഈ കേസിന് വിധി വരുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. അതും ഇവർ തകടം മറിക്കുമെന്നുള്ള അറിഞ്ഞൂടെ. ഇനി പാർട്ടി ഇവർക്ക് എവിടെയെങ്കിലും മത്സരിക്കാൻ സീറ്റ് കൊടുക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നാൽ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതായത് ഹസ്ബൻഡ് MLA ആണല്ലോ. ഹസ്ബൻഡിന്റെ ഒരു കെയർ ഓഫിൽ, അല്ലാതെ നമ്മുടെ റഹീം സാറിന്റെ MP റഹീം സാറിന്റെ പക്ഷേ മേയർക്കെതിരെ പാർട്ടിക്കകത്തുനിന്ന് തന്നെ വളരെ മോശമായ രീതിയിൽ ഇത് വരുന്നുണ്ട്. കാര്യം ഭരണം അവരൊരു പിടിപ്പേട് കൊണ്ടാണല്ലോ നഗരസഭ പോയത്. മോശമായിട്ടുള്ള കഴിവില്ലാത്ത ഒരാൾക്ക് പിന്നും സീറ്റ് കൊടുത്ത് ഓരോ പാർട്ടിയിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും കാണും. അതിൽ കുറച്ച് നല്ല ആൾക്കാർ പറയുമ്പോൾ അവരെ അങ്ങ് ഒഴിവാക്കിയിട്ട് ഇവർ കുറച്ച് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. ഇപ്പൊ എത്രയൊക്കെ ആയിട്ട് മേയർ പകുതി വെച്ച് നിർത്തി പോകുന്നില്ലല്ലോ. പൂർണ്ണമായിട്ട് ഭരിച്ചിട്ട് തന്നെയാണ് അവരെ കർത്തവ്യവും കടമയും എല്ലാം നിർവഹിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. മേയറായിട്ട് പാർട്ടിക്കൊരു ചീത്തപ്പേരാവുമോ എന്ന് കരുതി പാർട്ടിയും അടച്ചിരുന്നു. തോറും നമുക്ക് പ്രശ്നം ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ ഞാൻ പ്രതികരിച്ചപ്പോഴാണ്
ബാക്കി ഒരാളും കൂടെ വന്ന ഒരു സെക്യൂരിറ്റി ഓർമ്മയുണ്ടോ? അതെ 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 സെക്യൂരിറ്റിക്കാരനെ മറക്കാൻ പാടില്ല. ഞാൻ പ്രതികരിച്ചപ്പോഴാണ്, അതിന് മുമ്പ് അങ്ങേര് പ്രതികരിച്ചിട്ടില്ല. അതെ അതെ അപ്പൊ ഇത് ഒരുപാട് കേസായി ഇതേപോലെ പാവങ്ങളുടെ മേക്കെട്ട് കയറുന്ന കുതിര അദ്ദേഹം കയറ്റം. ഇവര് കാരണം ജോലി നിർത്തി ഇപ്പൊ ചെറിയൊരു കുഞ്ഞ് കട പെട്ടിക്കട ആ പോലെ നടത്തുന്നു. അത് തന്നെ ആള്. അപ്പൊ ആൾക്ക് ഒരു മോളുണ്ട്, ഒരു കുടുംബമുണ്ട്. അത് ചിന്തിച്ചാ ഇതൊക്കെ ഭാവിയിൽ ഇപ്പൊ മേയറായിട്ട് ഇരുന്നോണ്ട് അറിയുന്നില്ല. ഭാവിയിൽ സാധാരണപ്പെട്ടവന്റെ ലെവലിലെത്തും, അധിക താമസിക്കൂല. സാധാരണപ്പെട്ടവന്റെ ലെവലിലെത്തുമ്പോ ചിന്തിക്കും ഞാൻ അന്ന് ചെയ്തതിന്റെ ഫലം. അത് പറഞ്ഞ ഒരു സയൻസിൽ പറയുന്ന കേട്ടിട്ടില്ലേ, എവരി ആക്ഷൻ ഹാസ് ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അതും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അത് തിരിച്ചു കിട്ടും. സയൻസിലായാലും ദൈവത്തിലായാലും കിട്ടിയിരിക്കും എന്ന് പറഞ്ഞാല് അത് കിട്ടും. അത് മേയർക്ക് കിട്ടാനുള്ളത് കിട്ടും. അതിപ്പം ഞാനൊരു BJP കാരനാണെന്ന് പറഞ്ഞു, എന്താ വെച്ചാൽ ഞാൻ പൊട്ടിടണമുണ്ട് BJP കാരൻ. ഞാനൊരു ദൈവവിശ്വാസിയായതുകൊണ്ട് പൊട്ടിടണേല് BJP കാരനെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഈ പാർട്ടിയിലാണെന്നുള്ള കാര്യം ഇപ്പോഴും എൻ്റെ കാർഡ് കയ്യിലുണ്ട്. ഞാനൊന്ന് കാണിച്ചു തന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തന്നു. CAT യൂണിയന്റെ കാർഡ്. അത് എല്ലാവർക്കും എടുക്കാം. ഇവർ പറയും എല്ലാവർക്കും എടുക്കാന്ന് പറയും. ശരി, ആയിക്കോട്ടെ. ഞാൻ യൂണിവേഴ്സിറ്റിയിലും ധനുശ്വര IT-യിലുമാണ് പഠിച്ചത്. അവിടെ എല്ലാവർക്കും ഈ പാർട്ടിയിലൊക്കെ പ്രാതിനിധ്യം ഉള്ളവർക്ക് പെട്ടെന്ന് അവിടെ കിട്ടുള്ളൂ അഡ്മിഷൻ. അപ്പൊ അവിടെ കിട്ടണമെങ്കിൽ അപ്പൊ ഏത് പാർട്ടിയിലാണെന്നുള്ള സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഞാൻ ഇനി എന്തായാലും ഈ പാർട്ടിയെ വിശ്വസിക്കുകയില്ല. എൻ്റെ ജോലി നശിപ്പിച്ച പാർട്ടിയാണ്, എൻ്റെ ജീവിതമേ നശിപ്പിച്ചതാണ്. ഒരു വോട്ട് പോലും എൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഞാൻ കൊടുക്കില്ല. അത് ഉറപ്പിച്ച് ഈ ഇലക്ഷനോട് കൂടിയിട്ട് ഉറപ്പിച്ച കേസാണ്. പക്ഷെ എൻ്റെ ജീവിതം തകർത്ത, എൻ്റെ ജീവിതവും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതവും എല്ലാം തുലച്ച ഒരു മേയർ എന്ന ആളെ അത് ഒരിക്കലും മറക്കാനും പറ്റൂല. ഇങ്ങനെ ഒരു മേയറിനെ ഒരിക്കലും ജനങ്ങളും മറക്കൂല. എന്താന്ന് വെച്ചാൽ ഒരു എന്നെ പോലെ എത്രയോ പേർക്ക് ഇതേപോലെ സംഭവിച്ചു കാണും. ഞാൻ പ്രതികരിച്ചു, അതുകൊണ്ട് നാട്ടുകാരറിഞ്ഞു, ആളുകൾ അറിഞ്ഞു. അതാണ് കാര്യം. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കും തോറും ജനങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരസഭ LDFന്റെ കയ്യിൽ നിന്ന് പൂർണ്ണമായും പോയി. തോൽവി എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു തോൽവി ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള തോൽവി. ഇതിന്റെ ഫുൾ ഉത്തരവാദിത്വവും അതായത് മേയർ ആര്യ രാജേന്ദ്രനാണ്. കാര്യം അവരാണല്ലോ ഭരിച്ച് ഈ ഗതിയിലാക്കിയത്. ഇതുപോലത്തെ ഒരു തോൽവി കണ്ടിട്ടില്ല. ഇതില് മെയിനായിട്ട് ഏറ്റവും ആര്യ രാജേന്ദ്രൻ ഭരിച്ചിരുന്ന സമയത്ത് ഏറ്റവും കോൺട്രവേഴ്സി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയൊരു കേസാണ് ഡ്രൈവർ യദു, KSRTC ഡ്രൈവർ യദുവും അതുപോലെ തന്നെ മേയറുമായിട്ടുള്ള ഇഷ്യൂ. ഈ തോൽവിയും അതിനൊരു കാരണമാണോ, അതോ തോൽവിക്ക് കാരണം ഇത് തന്നെയാണോ? ജനങ്ങൾ തിരിച്ചടിച്ചു തുടങ്ങിയോ? ജനങ്ങൾ തിരിച്ചടിച്ചു എന്ന് വെച്ചാൽ ഏതും ഒരു കാരണം എന്ന് പറയാൻ പറ്റൂല. അതിൽ ഒരു കാരണമായിരിക്കാം ഇത്. പക്ഷെ അതൊരു വലിയ കാരണമല്ലേ? അത് വലിയ കാരണം തന്നെയാണ്. എന്ന് വെച്ചാൽ പാവപ്പെട്ടവന്റെ മുമ്പില് പദവിയും ഇത് ഉള്ള ആൾക്കാർക്ക് എന്തും ചെയ്യാന്നുള്ള അവസ്ഥയാണ് അവർ ചെയ്തത്. എന്തായാലും അങ്ങനെയാണ്. പിന്നെ അതിന് ഞാൻ തിരിച്ചടി കൊടുത്തല്ല. എന്നെ പോലെ പാവപ്പെട്ട ഒത്തിരി ജനങ്ങൾക്ക് ഇതേപോലെ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് അവർ ആ രീതിയിൽ പ്രവർത്തിച്ചതാവാനാണ് സാധ്യത. അത് എന്നെ പോലെ പല ആൾക്കാർക്കും ഇതേപോലെ ഇൻസിഡന്റ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ കേസ് കോടതിയിൽ അവരെ രണ്ടിനെയും കുറ്റവിമുക്തരാക്കി. അപ്പൊ ജനങ്ങൾ ഇതെല്ലാം ഇലക്ഷന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഈ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ മണ്ടന്മാരല്ല. അപ്പൊ ഈ ഒരു സംഭവം ജനങ്ങൾക്കെല്ലാം അവിടെ ഉള്ള വീഡിയോ ദൃശ്യങ്ങളിലൂടെ കണ്ടാണ് ഇവര് രണ്ടുപേരുമാണ് ഇതിന്റെ അകത്ത് ഉള്ളത് മെയിനായിട്ട്. ആ മെയിനായിട്ടുള്ള രണ്ടുപേർക്കും തെളിവില്ല എന്നും പറഞ്ഞ് പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും തെളിവ് കൊടുക്കാതിരിക്കുകയും ഇവര് രക്ഷപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യങ്ങളോട് കൂടിയാണ് കടന്നുപോയി ഇലക്ഷന് വന്നത്. ഇതൊക്കെ തന്നെയാണോ ഈ ആര്യ രാജേന്ദ്രൻ തോൽക്കാൻ കാരണം? ആര്യ രാജേന്ദ്രൻ തോൽക്കാനല്ല, കോർപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രന്റെ കോർപ്പറേഷൻ തോറ്റു കഴിഞ്ഞാൽ ഇത്രയും നാള് ഭരിച്ചിരുന്നത് ആര്യ രാജേന്ദ്രൻ ആണല്ലോ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഉത്തരവാദിത്വം മേയറിന് തന്നെയായിരുന്നു. പഴയ മേയർ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ മേയർ അല്ലല്ലോ. പഴയ മേയറിന് തന്നെയാണ് ഉത്തരവാദിത്വം. എന്താന്ന് വെച്ചാൽ അവര് കാണിച്ച ധാർഷ്ട്യവും കാര്യങ്ങളും കൊണ്ടും ഈ ഒരു ജനങ്ങളുടെ അടുത്ത് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നിട്ട് പാവങ്ങളുടെ കൂടെ നിൽക്കാതെ ഉള്ള പ്രവൃത്തിയും ബാക്കിയുള്ളവരെ ഒരുമാതിരി താഴെ തട്ടിലുള്ള ആൾക്കാരായിട്ട് ഇങ്ങനെ കാണുന്നതിന്റെ ഫലമാണ്. എന്ന് വെച്ചാൽ ജനങ്ങളുടെ പവർ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ ടൈമിനാണ് കിട്ടുന്നത്. അത് അവര്
ആലോചിക്കാതെ പ്രവർത്തിച്ചതിന്റെ കുഴപ്പമാണ്. ഇപ്പം റീസെന്റ് അവരെ കൂടെ ഉണ്ടായിരുന്ന തന്നെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു പോസ്റ്റ് ഇട്ട്, താങ്കൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. അതായത് അവരെ കൂടെ ഉണ്ടായിരുന്നു, ഇത്രയും കാലം അവരെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്ന ആരോഗ്യ കമ്മിറ്റി ചെയർപേഴ്സൺ ആണെന്ന് തോന്നുന്നു, ആരോഗ്യ കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ഉം. അവർ ആര്യ രാജേന്ദ്രൻ അല്ലെങ്കിൽ മേയറെ കുറ്റപ്പെടുത്തി അവരുടെ ധാർഷ്ട്യം അല്ലെങ്കിൽ ആ രീതിയിൽ അവര് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഗായത്രി ബാബു എന്ന് ഗായത്രി ബാബു, അതെ ഗായത്രി ബാബു. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവം താങ്കൾ അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ടോ? അത് ഡിലീറ്റ് ചെയ്ത് കുറച്ച് നേരത്തെ മുമ്പ്. തന്നേക്കാൾ താഴ്ന്നവന്റെ പുച്ഛഭാവം എന്ന് പറഞ്ഞ് ഉണ്ട്, ഇത് എന്റെ കയ്യിലുണ്ട്. അതെ അതെ, ഇത് തന്നെ ഇത്. അപ്പൊ അത് അവര് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. താഴ്ന്ന ആൾക്കാരുടെ അടുത്ത് ഒരു പുച്ഛഭാവം, അത് ആ മൈൻഡിൽ പോയോണ്ടാണ് ഇത്രയും മാത്രം ജനങ്ങൾ പ്രതികരിച്ചതാണ്. ജനങ്ങളെന്ന് പറഞ്ഞാൽ ജനങ്ങളെ വോട്ട് മേടിച്ചല്ലേ, അപ്പൊ ജനങ്ങളുടെ ദാസനാണ്. ജനങ്ങൾ അവസാനം യജമാനെ പോലെ കാണേണ്ട അവസ്ഥ വരല്ലേ? മനസ്സിലായ? താങ്കൾക്കൊരു കഷ്ടകാലം ഉണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് കഷ്ടകാലം എന്ന് വെച്ചാൽ ഇപ്പോഴും ആ കഷ്ടം ഞാൻ ബുദ്ധിമുട്ടാണ്. ആ കഷ്ടത്തിന്റെ പേരിൽ ഞാൻ ഇപ്പോഴും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കഷ്ടകാലം ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും ആ അവസ്ഥയിൽ തന്നെയാണ്. ഇപ്പോഴും സ്ഥിരമായിട്ട് ഒരു ജോലിയില്ല, വരുമാനം ഇല്ലാതെ ഇങ്ങനെ നടക്കുകയാണ്, കോടതിയും കേസുമായിട്ട് നടക്കുകയാണ്. കുഞ്ഞിന്റെ ഫീസ് പോലും ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. ആദ്യം എല്ലാ പാർട്ടിക്കാരും എല്ലാവരും സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് അനുഭവിക്കുന്നത്. എല്ലാവരും പറയുന്ന പല വീഡിയോയിലും കമന്റിൽ കാണുന്നു, നിങ്ങളെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത്. അത് പോരാളി ഷാജി എന്നാണ് പേര്. അത് ചുവപ്പ് കൊടിയും വെച്ചിട്ട് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഇത് നാളെയും അവരെ കുടുംബത്തിലുണ്ടാവും ഈ പോരാളി ഷാജി. താങ്കൾക്ക് ഇപ്പൊ ചോദിക്കാല്ല, പോരാളി ഷാജി എടുത്ത് പിണറായി വിജയനും ബാക്കിയുള്ള മേയർ ആര്യ രാജേന്ദ്രൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഞാനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവൂലേ? അവര് ഞാനും തമ്മിലേ, അപ്പൊ അതൊരു വലിയൊരു ഇതല്ലേ താരതമ്യം ചെയ്യുമ്പോഴേ? അവരും ഞാനും ഒരേപോലെ ആവൂലേ? രാജേന്ദ്രന്റെ തോൽവി അത് എങ്ങനെ നോക്കിക്കാണുന്നു? ആര്യ രാജേന്ദ്രന്റെ തോൽവി ഞാൻ എങ്ങനെ നോക്കി കാണണമെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതം തന്നെ ഒരു പടുകൂറ്റം കുടിക്കകത്ത് കൊണ്ട് തള്ളിയിട്ട് പോലെ ആക്കിയത്. പിന്നെ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ മൊത്തത്തിൽ തന്നെ അവതാളത്തിലാക്കി. കുഞ്ഞിൻ്റെ പഠനം, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും ആ ഒരു കരകയറിയിട്ടില്ല ഒരു അവസ്ഥ. അന്ന് പറഞ്ഞ നിന്നെ കാണിച്ചു തരാം, നിനക്ക് ഞാൻ കാണിച്ചു തരാം, കോടതിയിൽ പോയി നീതി നേടുന്നതാണ്. കോടതിയിൽ പോയ പോലും നിനക്ക് നീതി കിട്ടൂല എന്നുള്ള അവസ്ഥയിലാണ് അന്ന് സംസാരിച്ചത്. കേസ് കൊടുത്ത് നീതി നേടാനാണ് അന്ന് പറഞ്ഞത്. അപ്പം അത് പ്രതിയാണ് ഞാൻ പിന്നെ കേസിന് പോയതും. പിന്നെ നമ്മളെ പോലെയുള്ള പാവങ്ങളെ ഒക്കെ ഈ ഇലക്ഷനിലുണ്ടായ തിരിച്ചടി എന്ന് വെച്ചാൽ നമ്മളെ പോലെ എനിക്കുണ്ടായതുപോലെ തന്നെയാണ് ബാക്കിയുള്ളവർക്കും ഉണ്ടായി കാണും. അതിന്റെ തിരിച്ചടികളാണ് ഈ ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം BJP കോർപ്പറേഷൻ പിടിച്ചല്ലോ, അതായത് ഒരു വൻ വിജയം തന്നെയാണ്. ആരെങ്കിലും താങ്കളെ വിളിക്കുകയോ BJP-ന്നോ ആരെങ്കിലും വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആരും വിളിച്ചിട്ടില്ല. BJP-ന്ന് ആരും വിളിച്ചിട്ടില്ല. BJP-ന്ന് എന്നെ ചാനലുകാരല്ലാതെ ഇപ്പൊ 2-3 ചാനലുകാർ വിളിച്ചല്ലാതെ വേറെ ആരും വിളിച്ചിട്ടില്ല. BJP-ന്ന് ഇതുവരെയ്ക്കും ഈ നിമിഷം വരെ വിളി വന്നിട്ടില്ല ആരും. ഈ കേസിൽ നിന്ന് ഇവർ രണ്ടിനെ ഒഴിവാക്കി. ഇപ്പം വക്കീൽ എന്താണ് പറഞ്ഞത്, ഇനി കേസ് ഇത് മുമ്പോട്ട് എങ്ങനെയായിരിക്കും? കാര്യം ഇനിയിപ്പം ആര്യ രാജേന്ദ്രൻ ഇലക്ഷന് തൊട്ട് മുമ്പ് ഭരണം പോകുന്നതിന് തൊട്ട് മുമ്പാണ് അവരെ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. പക്ഷെ ഇനി അവരെ വീണ്ടും കേസിലെ കൂട്ടുപ്രതിയോ അല്ലെങ്കിൽ അങ്ങനെ ആക്കാൻ വക്കീൽ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? കാരണം ഇപ്പം പിൻബലമില്ല, പാർട്ടിയുടെ പിൻബലമില്ല, കഴിഞ്ഞുമല്ല. കൂട്ടുപ്രതിയല്ല, അതല്ലാതെ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തു. 20-ാം തീയതി മൊഴി കൊടുക്കുകയാണ്. ഈ വരുന്ന 20-ാം തീയതി മൊഴി കൊടുക്കുകയാണ്. കൂട്ടുപ്രതിയല്ല, പ്രൈവറ്റ് കംപ്ലൈന്റ്. 1-ാം പ്രതി ആര്യ രാജേന്ദ്രൻ, 2-ാം പ്രതി സച്ചിൻ ദേവ്, 3-ാം പ്രതി സഹോദരന്റെ ഭാര്യ, ഒരു കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള ഒരാള് പോലീസ് കണ്ടെത്തിയ, എന്റെ കേസിൽ ആകെ കണ്ടെത്തിയ ആ ഒരു അദൃശ്യമായിട്ടുള്ള ഒരാളെ കണ്ടുപിടിച്ചു. അതായത് 5-ാമത്തെ കന്യാകുമാരി ജില്ലയിലുള്ള, അത് നീ സഹോദരനാണോ ബിനാമിയാണോ എന്താന്ന് അറിയാം, സഹോദരനെന്നാണ് അന്ന് മേയർ പറഞ്ഞിരുന്നത്. ആര്യ രാജേന്ദ്രൻ പറഞ്ഞിരുന്നത്.
അപ്പോൾ അതിൽ കൂടെ നമ്മൾ ഇപ്പോൾ എക്സ്ട്രാ ഈ കേസിൽ കൊടുത്തിട്ടുള്ള 6-ാം പ്രതി കണ്ടക്ടറിനെ കൂടെ ഉണ്ട്. നേരത്തെ 5-ാം പ്രതിയെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 6 പ്രതികളുണ്ട്. കണ്ടക്ടറോട് ചേർത്ത് പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈവറ്റ് പ്രൈവറ്റ് കംപ്ലൈന്റ് കോടതിയിൽ കൊടുക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് പൈസ ആവത്തില്ലേ? പൈസയാവും. പിന്നെ കുറെയൊക്കെ വക്കീല് ഫീസ് വാങ്ങുന്നില്ല, ഇപ്പൊ വാങ്ങുന്നില്ല. എന്തെന്ന് വെച്ചാൽ പൈസ എന്തെങ്കിലും ഇതിൽ കിട്ടുന്ന അവസ്ഥയിൽ തന്നാൽ ഇത് മതി. കോടതി പരിഗണിക്കുമോ? കാര്യം നിലവില് കോടതി തന്നെ ഒഴിവാക്കിയ 2 വ്യക്തികളാണ് സച്ചിൻ ദേവ്. കോടതിയല്ല ഒഴിവാക്കിയ, പോലീസുകാരാണ് ഒഴിവാക്കിയത്. അത് കോടതി പോലീസുകാര് തെളിവ് കൊടുക്കാത്തോണ്ട് തെളിവ് കോടതി പോലീസുകാര് ഈ 1-2 പ്രതികളെ ഒഴിവാക്കി, അവര് MLA മേയറും ആയതുകൊണ്ട് ഒഴിവാക്കി എന്ന് പറഞ്ഞ് പോലീസ് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി പറയുന്നത്. അല്ലാതെ കോടതിക്ക് ഒരു റോളും ഇല്ല ഈ അന്വേഷണമായിട്ടുള്ള. കോടതി എന്ന് പറഞ്ഞ അന്വേഷണം ഒരു വിങ് ഇല്ല കോടതിക്ക്. പോലീസുകാരെന്താണോ പറയുന്നത് പോലീസുകാർ അങ്ങനെയല്ലേ പറയുള്ളൂ. പോലീസുകാർ പൊതുവെ അങ്ങനെ പറയുള്ളൂ. എന്ന് വെച്ചാൽ അവരെ കീഴിലുള്ള ആൾക്കാരല്ലേ പോലീസുകാർ. അവരെ രാഷ്ട്രീയപരമായിട്ടും നല്ല രീതിയിൽ തെളിവില്ല എന്ന് പറഞ്ഞ അതാണ്. ഇപ്പൊ മെമ്മറി കാർഡ് തന്നെ അവര് ഊരി മാറ്റിയിട്ട് അറിയാമല്ലോ. അതെ. ഈ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്താലും ഇതിന്റെ അന്വേഷണം പോലീസിന്റെ പരിധിയിലല്ലേ വരുന്നത്? പോലീസിന്റെ പരിധിയിൽ കുറെയൊക്കെ ഇത് കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും. പ്രൈവറ്റ് കംപ്ലൈന്റ് ആയാലും പോലീസ് ഇപ്പം നമ്മൾ പ്രൈവറ്റ് കംപ്ലൈന്റ് ആയിട്ട് കൊടുത്താലും പോലീസ് തൃപ്തികരമായിട്ട് അന്വേഷിച്ചില്ലെങ്കിൽ നമുക്ക് അടുത്ത അപ്പീലിന് അതിന്റെ മുമ്പോട്ടുള്ള അവസ്ഥയിലും പോവാമല്ലോ. ഇതൊക്കെ കൊണ്ട് തന്നെ ജനങ്ങൾ ഇപ്പോഴത്തെ ഇലക്ഷനിൽ എങ്ങനെയാണ് ജനങ്ങളുടെ പവർ എന്താണെന്നുള്ള, ജനാധിപത്യം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അത് പവർ എന്താണെന്നുള്ള കാണിച്ചു കൊടുത്തതാണ്. പാവങ്ങൾക്ക് പാവങ്ങളുടെ വോട്ട് കൊണ്ട് പാവങ്ങളുടെ പാർട്ടിയായിട്ടുള്ള, പാവങ്ങളെ ദ്രോഹിക്കുന്ന പാർട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയില്ലേ. എന്ന് വെച്ചാൽ എന്നെ ദ്രോഹിച്ചതിന്റെ ഫലം എന്ന് വെച്ചാൽ അത് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് സുഖമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരിപ്പോ മറ്റേ ഇവരെ ഒരു കോർപ്പറേഷന്റെ ഒരു വർഷകാലം മൊത്തവും അവർ ഭരിക്കുകയും ഫിനിഷ് ചെയ്ത് തന്നെയാണ് ഇറങ്ങിയത്. അല്ലാതെ ഇവരെ മതിയാക്കി വിടാനോ അല്ലെങ്കിൽ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഞാൻ വെളിയിൽ നിന്ന് നിൽക്കും പോലെ കേസ് പറഞ്ഞിട്ട് അവര് അവരുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ അവർ കയറട്ടായിരുന്നു. പക്ഷെ ഇതൊന്നും പാർട്ടി അവരെന്ത് തോന്നിയ ദിവസം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ അതിനനുസരിച്ചുള്ള പാവപ്പെട്ടവന്റെ ഒരു വിഷമം മനസ്സിലാവാത്ത ഒരു മേയറായതുകൊണ്ട് ജനങ്ങൾ കൊടുത്തതാണ് മറുപടി. പാർട്ടി സപ്പോർട്ട് ചെയ്തതിന്റെ എല്ലാം റിസൾട്ട് ഇപ്പം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയും പാർട്ടി ഇവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? പറയാൻ പറ്റൂല, അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കാട്ടി അപ്പുറമുള്ള കേസുകളിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ, എത്ര കേസുകളുണ്ട്, സപ്പോർട്ട് ചെയ്യും, അത് സ്വാഭാവികമല്ലേ. ഇപ്പൊ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഗായത്രി എന്ന ഒരു പ്രസ്താവന നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അന്ന് ഈ സംഭവം നടക്കുന്ന, താങ്കളുടെ ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് ഈ നഗരസഭയിലുള്ള മറ്റ് സ്റ്റാഫുകളായാലും പാർട്ടിക്കാരായാലും ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഗായത്രി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയായാലും ഇവര് കാണിച്ചത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ മടിച്ചത് പാർട്ടിയെ പേടിച്ചിട്ടാണോ അതോ ഇനി അവരെ പേടിച്ചിട്ടാണോ, മേയറെ പേടിച്ചിട്ടാണോ? പാർട്ടിയും ഈ ഗായത്രി എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് അറിഞ്ഞുകൂടാ, ഇപ്പൊ വാർത്തയിലൊക്കെ കണ്ടുള്ള അറിവേ ഉള്ളൂ. പാർട്ടിയെ പേടിച്ചിട്ടായിരിക്കും. എന്തെന്ന് വെച്ചാൽ മേയറെ പേടിക്കാനെന്ന് വെച്ചാൽ മേയർ ഒരു സ്ഥാനം കഴിഞ്ഞ് അത് കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോൾ ഇറങ്ങുമല്ലോ. പാർട്ടി നിലനിന്ന് നിൽക്കുന്ന ഇതാണല്ലോ കേരളത്തിലെ ഉള്ളത്. ഈ പാർട്ടി എന്ന് പറയുന്ന തൊഴിലാളി വർഗ പാർട്ടി എന്നല്ലേ പറഞ്ഞേ. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് പറഞ്ഞിട്ടോ, എന്റെ ജോലി പോകുന്ന എന്നെ തൊഴിലാളി ദിനത്തിന്റെ അന്നാണ്, ഓർമ്മയുണ്ടോ? അന്ന് എന്നെ തൊഴിലാളി വർഗ പാർട്ടി ആയിട്ടുള്ള ആൾക്കാര്, അതിലൊരു ആൾക്കാര്, പാർട്ടി മൊത്തം പറയുന്നില്ല, അതില് മേയർ എന്ന് പറഞ്ഞ വ്യക്തി പാർട്ടിയുടെ കീഴിലുള്ള ആളാണല്ലോ. അതിനെ സപ്പോർട്ട് ചെയ്ത കുറെ ആൾക്കാരും 2017 പീഡന കേസും ഇങ്ങനെ പീഡനമാണെന്നും അതൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര കഴിവായിരുന്നു. എന്ന് വെച്ചാൽ എന്റെ മോശം പ്രവർത്തികളാണ് ഇവർ കണ്ടെത്താൻ നോക്കിയത്. മുമ്പേ ഇങ്ങനെയുള്ള ചേഷ്ട കാണിക്കുന്ന അല്ലെങ്കിൽ ലൈംഗിക പ്രശ്നങ്ങളുള്ളവനും 2017 ഇവിടെ പാർട്ടിക്കാരന്മാരുമായിട്ട് ചെറിയ ഉന്തും തള്ളും അടിയുമായി അവന്റെ സഹോദരി കൊണ്ടുവന്നു, ഞാൻ അന്നും ചാനലുകളിൽ പറഞ്ഞു, അവന്റെ സഹോദരി കൊണ്ടുവന്നു കേസ്. ഇതേപോലെയാണ്. അത് തെളിവുമില്ല, കാര്യങ്ങളുമില്ല. അത് ഔട്ട് ഓഫ് കോർട്ടിൽ ഇവർ പറയും പോലെ തന്നെ ഔട്ട് ഓഫ് കോർട്ടിൽ സംസാരിച്ച് ഇവർക്ക് കേസ് തിരിയുമെന്ന് കണ്ടപ്പോൾ ഇവർ പറഞ്ഞ് ഞാൻ ഈ പയ്യനെയാണോ കണ്ടതെന്നുള്ള എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞ് അന്ന് തീർന്ന കേസാണ്. അതിലാണ് ഞാൻ ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേസ് ഞാൻ ഒരിക്കലും
വിട്ട് കളയില്ലെന്ന് പറയുന്നത്. എന്താ വെച്ചാൽ എനിക്കിങ്ങനെ ഒരു അങ്ങനെയാണെങ്കിൽ സ്ത്രീ വിഷയത്തിൽ അങ്ങനെ ഭയങ്കര കുഴപ്പമുള്ള മനുഷ്യനാണെങ്കിൽ 6 വർഷമായി വിവാഹമോചനം നേടിയിട്ട്. ഈ വിവാഹമോചനം നേടിയ ആ സമയം തൊട്ട് ഓരോ വർഷവും ഓരോ പെൺകുട്ടിയെ കിട്ടിയാലും 6 പെൺകുട്ടിയെ കിട്ടാം. ഇത് ഞാൻ എല്ലാ ചാനലിലും പറയുന്നതാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ജനങ്ങൾ കുറേ പെണ്ണുങ്ങൾ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടിയിട്ട് ഇവർ മനഃപൂർവ്വം ഇവരെ എതിർത്ത് കഴിഞ്ഞാൽ ഉടനെ സ്ത്രീ വിഷയം എടുത്തിടുന്നു, അവർ സ്ത്രീ ലംബണന്മാരാക്കുന്നു. കേട്ടല്ലേ, സ്ത്രീ ലംബണന്മാര്. അതായത് ഇപ്പം ഓരോന്ന് പറയാൻ വന്നു കഴിഞ്ഞാല് ഇതില് എല്ലാ പാർട്ടിയിലും ഇതേപോലെ കുറച്ച് ആൾക്കാർ കാണും. അപ്പം നമ്മുടെ ഈ 2 കണ്ണും ഇല്ലാത്ത ഒരാള് ഒരു കണ്ണുള്ളവനെ കളിയാക്കുന്ന അവസ്ഥയാണ് ഇപ്പം ഇവർ കാണിച്ചു വരുന്നത്. പിന്നെ പിന്നെ എന്ത് പറയാ, ഇങ്ങനെയൊക്കെയാണ് ജനങ്ങൾ. ഇതേപോലെ ഇലക്ഷൻ വരുമ്പോൾ അവരെ പ്രതികരണം കാണിക്കും. ഇപ്പൊ എനിക്ക് പകരമായിട്ട് ജനങ്ങൾ എൻ്റെ പ്രതിനിധികൾ എന്ന് പറയുമ്പോൾ എന്നെ പോലെ തന്നെയാണ്. ജനങ്ങൾക്കും ഇതേപോലെ അനുഭവങ്ങൾ കിട്ടിയപ്പോൾ അവരും പ്രതികരിച്ചു. താങ്കൾക്ക് ഇപ്പം മേയർ ക്ഷമിക്കണം, ആര്യ രാജേന്ദ്രൻ, മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇനിയെങ്കിലും മനുഷ്യനാവണം, അത്രമാത്രമേ പറയാനുള്ളൂ. മനുഷ്യനാവണം, മനുഷ്യന്റെ വിഷമങ്ങൾ മനസ്സിലാക്കണം, ദുഃഖങ്ങളും ഒരു ഉപജീവന മാർഗത്തിന് ജോലിയെ കൊണ്ടുപോകുന്ന, അത് സ്ഥിരം പോലും അല്ല, എംപാനൽ ജോലിക്കാരനാണ്. 715 രൂപ ശമ്പളം ഒരു ഡ്യൂട്ടിക്ക്. അങ്ങനെയുള്ളവരെ മേളിൽ കുതിര കയറാൻ പോകരുത്. നമുക്കൊരു ജോലി കൊടുക്കാൻ പറ്റൂല. ഒരാളെ ജോലി നശിപ്പിച്ചപ്പോൾ മേയറിന് എന്ത് കിട്ടിയെന്നുള്ളത് ഇപ്പം മേയറിന് മനസ്സിലായി കാണും. ഇടയ്ക്ക് വെച്ച് താങ്കൾ 1 ലക്ഷം രൂപ സെറ്റിൽമെന്റിന് വേണ്ടി കോടതിയിൽ എന്തോ 1 ലക്ഷം രൂപ, അത് തെറ്റിദ്ധാരണയുടെ പുറത്ത് കുറെ ചാനലുകളിലും ഒക്കെ വന്നതാണ്. കേട്ടായിരുന്നു. അത് വേറെ ഒന്നുമില്ല. 1 ലക്ഷം രൂപ അത് കറക്റ്റായിട്ട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, നിന്റെ ജീവിതവും നിന്റെ ജോലി ഇത്രയും കളഞ്ഞിട്ട് നീ 1 ലക്ഷം രൂപ 1 ലക്ഷം രൂപ ഇപ്പൊ ഞാൻ 1 ലക്ഷം രൂപ കോടതിയിൽ പറയുന്നു, അതിന്റെ പകുതി 10,000 രൂപ തന്നെ ബോണ്ട് വെക്കണം. അതായത് നമ്മുടെ ഈ മറ്റേ ട്രഷറി കെട്ടി വെക്കണം. അപ്പൊ ഞാൻ 50 കോടി ചോദിക്കണമെങ്കിൽ അതിന്റെ പകുതി കൊടുക്കാൻ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ജോലിക്ക് ഇറങ്ങും. അത് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. അത് പോലീസുകാരും, അതായത് ഇപ്പൊ പോലീസിന്റെ കീഴിലുള്ള പോലീസിന്റെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കീഴിലാണല്ലോ പോലീസിന്റെ ഇത് വരുന്നത്. അപ്പൊ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും പോലീസുകാർക്കും വേണ്ടിയിട്ടാണ് 1 ലക്ഷം രൂപയുടെ ഇത് അന്വേഷണം തൃപ്തികരമല്ലാത്തതുകൊണ്ട് അതിനാണ് വെച്ചത്. അല്ലാതെ ഇവരെ ഈ മേയറിന്റെ ഈ കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ അല്ല, അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും കിടന്ന് പറയേണ്ട കാര്യം. നമുക്ക് നീതിയാണ് കിട്ടേണ്ടത്. 1 ലക്ഷം രൂപ പിന്നീടത്തെ കാര്യമാണ്. നമുക്ക് നീതി കിട്ടണം. നമ്മൾ പെണ്ണുപിടിയാനൊന്നും മോശക്കാരനാണ്. ഞാൻ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഇനി ജീവിക്കാനുള്ള ആളാണ്. അപ്പൊ എനിക്കിങ്ങനെ അപവാദം കേട്ടുകൊണ്ട് ജീവിക്കണതിൽ താല്പര്യമില്ല. ഞാൻ ഒരു സമൂഹത്തിന്റെ കീഴിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. മേയറിനായാലും ഇപ്പൊ ആര്യക്കായാലും MLA ആയാലും അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും കാണൂല. എന്ന് വെച്ചാൽ അവര് വലിയ ആൾക്കാർ, നമ്മൾ സാധാരണപ്പെട്ട ജനങ്ങളാണ്. നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ സാധാരണ ദുഃഖവും വിഷമവും ഒക്കെ അറിഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതേപോലെയുള്ള അപവാദം കേൾക്കാൻ താല്പര്യവും ഇല്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. ചെയ്തെങ്കിൽ നമ്മൾ കേൾക്കുന്നതിൽ കാര്യമുണ്ട്. അപ്പൊ അത് കേൾക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കേൾക്കേണ്ട കാര്യവും എനിക്കില്ല. അതുകൊണ്ടാണ് കേസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്.